വ്യവസായ കാര്യങ്ങളിൽ സിപിഎമ്മിന് നയംമാറ്റം ഉണ്ടായിട്ടില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നിൽ മറ്റു ചിലരാണെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് സമരമെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പറഞ്ഞു. സിപിഎമ്മിന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം അതിന്റെ 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആ സമ്മേളന ദിവസത്തിൽ അല്ലെങ്കിൽ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ചയാവുന്നത് സിപിഎമ്മിന്റെ വികസന കാഴ്ചപ്പാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ എളമരം കരീം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് നമ്മളൊരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു, വികസന നയരേഖയൊക്കെ വരുന്നു, അപ്പോ അതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു. പക്ഷേ എങ്കിൽ പോലും സിപിഎം ഒരു നയം മാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? നിലവിലുള്ള നയം തന്നെയാണിത്. വ്യവസായ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരിക എന്നത് കേരളത്തിന് അത്യാവശ്യമാണ്. പുതിയ തൊഴിൽ സൃഷ്ടിക്കാൻ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾ തൊഴിൽ രഹിതരായി ധാരാളം ആള് കേരളത്തിലുണ്ട്. അപ്പൊ അത്തരം നിക്ഷേപങ്ങൾ പൂർണ്ണമായും പൊതുമേഖലയിൽ നടത്താൻ കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കില്ല. എന്നാൽ പൊതുമേഖലയെ സംരക്ഷിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് ചെയ്യുന്നതല്ല. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് വിൽക്കാൻ വെച്ച ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഏറ്റെടുത്ത് കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനമായി അതിനെ തുറന്നത് ഈ ഗവൺമെന്റാണല്ലോ. അത് പൊതുമേഖലയിലാണ്. അത് ഗവൺമെന്റ് വേണമെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റല്ലേ ചെയ്യുന്നത്, ബ്ലെയിം ചെയ്ത് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. അങ്ങനെ ഗവൺമെന്റ് ചെയ്യുന്നില്ല. പൊതുമേഖലക്ക് ഉള്ള അവസരങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ മറ്റ് വികസന വഴികൾ തേടുക എന്നതാണ്. അത് സ്വകാര്യവൽക്കരണത്തിലേക്ക് പോക്കോ നിലവിലുള്ള നയത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയോ അല്ലേ അല്ല. UDF അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവരൊക്കെ ആ രേഖ കിട്ടുന്നില്ലല്ലോ. ഈ ഇപ്പോഴും ഇതിൽ പറയുന്നത് ഈ നവ ഉദാരവൽക്കരണ നയങ്ങളെ വലിയ രീതിയിൽ വിമർശിച്ചാണ് സിപിഎം. ഈ ചില സ്വകാര്യ സർവകലാശാലകൾ വരുന്നു, ഒപ്പം തന്നെ അതിന്റെ ഫീസ് സ്ട്രക്ചറിലടക്കം ചില മാറ്റങ്ങൾ വരുന്നു. അതിന് ഏത് തരത്തിലാണ് അതിന്റെ നിയന്ത്രണം തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. അക്കാര്യത്തിലൊരു വ്യക്തതയിലേക്ക് തന്നെ പാർട്ടി കൃത്യമായി വന്നിട്ടുണ്ടോ സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലെങ്കിലും? ഇതിലൊക്കെ എന്താന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നുൾപ്പെടെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസം നേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. നമ്മുടെ സർവകലാശാലകൾ മികച്ചതാണ്. എങ്കിലും പുതിയ അറിവും പുതിയ വിദ്യാഭ്യാസ രീതികളും കേരളത്തിന് അത്യാവശ്യമുണ്ട്. അത് ആർജിക്കാൻ നമുക്കായി മാത്രം ഈ വിദ്യാഭ്യാസം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് വേണ്ടിയാണ് കേരളത്തിന്റെ ഭാവിയെ ഓർത്താണ് ഇത്തരത്തിലുള്ള പുതിയ അറിവിനെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ അറിവുകൾ, അതെല്ലാം കേരളം ഇന്ന് ആഗ്രഹിക്കുന്നതാണ്. കേരളത്തിന്റെ സമൂഹത്തിലെ ജനങ്ങളുടെ വളർച്ചയുടെ ഒരു പടവിലാണ് ഇത് ആലോചിക്കുന്നത്. ഇതിപ്പോ ഒരു 50 കൊല്ലം മുമ്പ് ആലോചിക്കാൻ പറ്റുന്നതല്ല, 25 കൊല്ലം മുമ്പ് ആലോചിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ത്യയിൽ വലിയ നിലയിൽ മുന്നിൽ വരുന്നുണ്ട്. പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ അതൊന്നുമല്ല. അപ്പൊ നമുക്ക് ലോകത്തിലെ പുതിയ അറിവ് കേരളീയ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം എന്ന് മാത്രമേ ഉള്ളൂ. ജനറൽ എഡ്യൂക്കേഷനോ പൊതുവിദ്യാഭ്യാസ നിലവിലുള്ളതിന് ഒരു മാറ്റവും വരുന്നില്ല. അതെല്ലാം നിലവിലുള്ള രീതിയിൽ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി. മറ്റൊന്ന്, നിലവിലുള്ള ഈ ഒരു വിമർശനം ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെയൊക്കെ സമരം നടക്കുന്നു. സ്വാഭാവികമായി അവരെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ സിപിഎം ഉന്നയിക്കുന്നു. പക്ഷെ അപ്പോഴും അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടതല്ലേ? ഈ ആശാവർക്കർമാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്. ICDS, അംഗനവാടികൾ, ആശ, ഇതെല്ലാം അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ്. നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനേ പറ്റൂ. അതാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. മാക്സിമം ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ഹോണറേറിയം ഇപ്പോൾ നൽകുന്നത് കേരള ഗവൺമെന്റാണ്. ഹോണറേറിയമാണ്, അത് വേജ് അല്ല. അതാണ് അതിന്റെ പ്രശ്നം. എന്നാലും അവരുടെ ഇൻസെന്റീവ്സ് എല്ലാം കൂടി ചേർത്താൽ ഒരു 13,000, 13,500 രൂപ ഒരാൾക്ക് കിട്ടാനുള്ള അവസരമുണ്ട്. അത് ഇന്ത്യ രാജ്യത്ത് നിന്ന് ഏറ്റവും ഉയർന്നതാണ്. ഇതിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്രത്തെ ഉപേക്ഷിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന രാഷ്ട്രീയമാണ്. അത് ആശാ വർക്കേഴ്സിന്റെ സമരമല്ല. ആശാ വർക്കേഴ്സിന്റെ പേരിൽ മാർക്സിസ്റ്റ് വിരുദ്ധന്മാർ നടത്തുന്ന ഒരു സമരമാണ്. ഈ മറ്റൊരു വിമർശനം, തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ടൊരു ഇടപെടൽ കുറെ കൂടി കാര്യക്ഷമമാകണം എന്നൊരു അഭിപ്രായം സമ്മേളനത്തിലാകെ ഉയർന്നുവരുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാര്യത്തിൽ ഏതെങ്കിലും ഒരു പിന്നോട്ടുപോക്ക് ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ പ്രത്യേകിച്ച് ആലപ്പുഴയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ കയർ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കൂടി ഇടപെടൽ ശക്തമാകേണ്ടതല്ലേ? കയറില് ഇപ്പോ നല്ല ഇടപെടൽ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. കയർ സൊസൈറ്റികൾക്ക് പണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കൂലി കുടിശ്ശികയൊന്നും ഇപ്പൊ ഇല്ല. മിനിമം കൂലി വർധനവാണ് ഇപ്പോൾ ഒരാവശ്യം. 5-8 കൊല്ലം മുമ്പാണ് മിനിമം കൂലിയിൽ വർധനവ് വരുത്തിയാൽ ഗവൺമെന്റ് കൊടുക്കണം. അതും ആലോചിക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊതുവിൽ അങ്ങനെ ഒരു രൂക്ഷമായ വിമർശനമൊന്നും തൊഴിൽ മേഖലയെ സംബന്ധിച്ച് സമ്മേളനത്തിൽ വന്നിട്ടില്ല.
ഗവൺമെന്റ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരമ്പരാഗത മേഖല, കയർ, കൈത്തറി, മത്സ്യം, ഇതെല്ലാം വളരെ നല്ല നിലയിൽ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, ഇനിയിപ്പോ പ്രായപരിധിയിലേക്ക് പോവുകയാണ്. സമ്മേളനം പാർട്ടി കുറച്ചുകൂടെ ചെറുപ്പമാകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണോ? അത് നേരത്തെ കഴിഞ്ഞ സമ്മേളനത്തിലെ തീരുമാനിച്ചത്, പുതിയ തീരുമാനമല്ല. അത് നല്ലതാണ്. പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിന് അനുയോജ്യമായ തീരുമാനമാണ്. ഏതായാലും ഇതാണ്, അതായത് ആശാവർക്കർമാരുടെ സമരം ഒപ്പം ഇന്ന് വനിതാ ദിനമാണ്. അപ്പോഴും സിപിഎമ്മിന്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല. കൃത്യമായ നിലപാട് തന്നെയാണ് പറയുന്നത്. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് മറ്റാളുകളുടെ പ്രേരണയുടെ ഭാഗമായി അവർ അത്തരമൊരു സമരത്തിലേക്ക് വന്നു എന്ന് തന്നെയാണ് സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ എളമരം കരീം വ്യക്തമാക്കിയിരിക്കുന്നത്. രാജേഷ് താവലിനോടൊപ്പം കെ പ്രശാന്ത്, അമൃത ന്യൂസ്, കൊല്ലം.